ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരോമൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിലെ ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയ പെയിൻറ്റ്, സ്കഫോൾഡിംഗ് ആൻഡ് പോയിൻറ്റിംഗ് ആൻഡ് പ്ലാസ്റ്ററിംഗ് എന്നീ ടോപ്പിക്കുകളായിരിക്കും. സോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഫ്രണ്ട്സ്, വാട്ട് ഈസ് പെയിൻറ്റ്? എന്താണ് പെയിൻറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സുപരിചിതമായിട്ട് കാണുന്നൊരു മെറ്റീരിയലാണ് ഈ പെയിൻറ്റ് എന്ന് പറയുന്നത്. സോ പെയിൻറ്റ് എന്ന് പറയുന്നത് ദീസ് ആർ കോട്ടിംഗ് ഓഫ് ഫ്ലൂയിഡ് മെറ്റീരിയൽ ആൻഡ് ആർ അപ്ലൈഡ് ഓവർ ദ സർഫസ്. ഒരു ഫ്ലൂയിഡ് മെറ്റീരിയലാണ് നമ്മളൊരു വാളിൻ്റെ അല്ലെങ്കിൽ ഒരു സർഫസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് മെറ്റീരിയലാണ് ഈ പറയുന്ന പെയിൻറ്റ്. പെയിൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ബേസ്. ഇറ്റ് ഫോംസ് ദ ബൾക്ക് ഓഫ് പെയിൻറ്റ്. ഒരു പെയിൻറ്റിൻ്റെ ബൾക്ക് അല്ലെങ്കിൽ ഭൂരിഭാഗവും ഉള്ളത് ബേസ് ആണ്. എക്സാമ്പിൾസ് ആണ് ഞാൻ ചൂടെ കൊടുത്തിരിക്കുന്നത്. റെഡ് ലെഡ്, ഓക്സൈഡ്സ് ഓഫ് അയൺ, ഓക്സൈഡ്സ് ഓഫ് സിങ്ക്, വൈറ്റ് ലെഡ്, ടൈറ്റാനിയം വൈറ്റ്, ആൻറ്റിമണി വൈറ്റ്, അലൂമിനിയം പൗഡർ, ലിത്തോഫോൺ. ഈ എക്സാമ്പിൾസ് എല്ലാം ഒന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് അല്ലെങ്കിൽ ഏത് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് നോക്കാം, വെഹിക്കിൾ. ഹോൾഡിംഗ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് പെയിൻറ്റ് ഇൻ ലിക്വിഡ് സസ്പെൻഷൻ. പെയിൻറ്റിലെ ഇൻഗ്രീഡിയൻറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഈ വെഹിക്കിൾ എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ പറയുന്ന പോപ്പി ഓയിൽ, ലിൻസീഡ് ഓയിൽ, നട്ട് ഓയിൽ, ടങ് ഓയിൽ, ഇതെല്ലാം വെഹിക്കിളിന് എക്സാമ്പിൾ ആണ്. ലിൻസീഡ് ഓയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിൻസീഡ് ഓയിൽ ആണ്. അടുത്തത് ഡ്രയർ. ആക്ട് ആസ് കാറ്റലിസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഡ്രൈയിങ്. പെയിൻറ്റിനെ ഡ്രൈ ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഡ്രയർ ആണ്. എക്സാമ്പിൾ ലിത്താർജ്. പിഗ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻഗ്രീഡിയൻറ്റ് പ്രൊവൈഡ് കളർ ടു ദ പെയിൻറ്റ്. ഒരു പെയിൻറ്റിന് കളർ പ്രൊവൈഡ് ചെയ്യുന്നത് പിഗ്മെൻ്റ് ആണ്. ചില പിഗ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ചാർക്കോൾ ബ്ലാക്ക്, ക്രോം ഗ്രീൻ, ഇന്ത്യൻ റെഡ്. ഇത് കൂടാതെ മറ്റനേകം പിഗ്മെൻ്റ് ഉണ്ട്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ അല്ല. അടുത്തതെന്ന് പറയുന്നത് സോൾവെൻറ്റ്. മേക്ക് ദ പെയിൻറ്റ് തിൻ ബൈ മിക്സിങ് വിത്ത് ഇറ്റ്. അതായത് പെയിൻറ്റിനെ തിന്നാക്കുന്നത് സോൾവെൻ്റ് ആണ്. സോൾവെൻറ്റിന് വേറൊരു പേരുണ്ട്. അതായത് കാരിയർ എന്ന് പറയുന്നത് വെഹിക്കിളാണ്, സോൾവെൻ്റ് എന്ന് പറയുന്നത് തിന്നറുമാണ്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ടർപ്പൻറ്റൈൻ, ആൽക്കഹോൾ, വാട്ടർ. ഈ 3 എക്സാമ്പിൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അടുത്തത് നമുക്ക് ടൈപ്സ് ഓഫ് പെയിൻറ്റ് നോക്കാം. കുറേ ടൈപ്പ് പെയിൻറ്റ് നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും ഇതുവരെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും എന്തൊക്കെ തരം പെയിൻറ് ഉണ്ടെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ബിറ്റുമിനസ് പെയിൻറ്റ്, അലുമിനിയം പെയിൻറ്റ്, സെല്ലുലോസ് പെയിൻറ്റ്, ഓയിൽ പെയിൻറ്റ്, കൊളോയിഡൽ പെയിൻറ്റ്, ലൂമിനസ് പെയിൻറ്റ്, ഇനാമൽ പെയിൻറ്റ്, എമൾഷൻ പെയിൻറ്റ്, പ്ലാസ്റ്റിക് പെയിൻറ്റ്, സിമെൻറ്റ് പെയിൻറ്റ്, ആസ്ബസ്റ്റോസ് പെയിൻറ്റ്, ആൻറ്റി കൊറോസീവ് പെയിൻറ്റ്. ഇത്രയും തരം പെയിൻറ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത നമുക്ക് PVCN എന്താണെന്ന് നോക്കാം. PVCNൻ്റെ ഫുൾ ഫോം ചോദ്യപേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. PVCN എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെൻറ്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് ഡിസ്റ്റംബർ എന്താണെന്ന് നോക്കാം. ഡിസ്റ്റംബർ എന്ന് പറയുന്നത് ഒരു തരം പെയിൻ്റ് ആണ്. ഫോം ചെയ്യുന്നത് ചോക്കും വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഡിസ്റ്റംബർ ഫോം ചെയ്യുന്നത്. ഇതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതായത് ബേസ് മെറ്റീരിയൽ ഓഫ് ഡിസ്റ്റംബർ എന്താണെന്ന് ചോദിക്കാം. അതായത് ചോക്കാണ് ബേസ് മെറ്റീരിയൽ, വാട്ടർ എന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. വാട്ടർ എന്താണ്, അതായത് സോൾവെന്റ് മെറ്റീരിയൽ ഇൻ ഡിസ്റ്റംബർ ഈസ് വാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ടർ ആണ് സോൾവെന്റ് മെറ്റീരിയൽ. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ ആണ് ഡിസ്റ്റംബറിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് സ്കഫോൾഡിംഗ് എന്താണെന്ന് നോക്കാം. എ ടെമ്പററി സ്ട്രക്ചർ എറക്റ്റഡ് ക്ലോസ് ടു ദ വർക്ക് ടു പ്രൊവൈഡ് എ സേഫ് വർക്കിംഗ് പ്ലാറ്റ്ഫോം ഫോർ വർക്കേഴ്സ്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സ്കഫോൾഡിംഗ് എന്ന്. അതായത് ഒരു വർക്ക് നടക്കുമ്പോൾ ഒരു ടെമ്പററി പ്ലാറ്റ്ഫോം ആ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഈ സ്കഫോൾഡിങ്ങിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് തന്നെ ചോദിക്കും ഇത് എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഈ ഡെഫിനിഷൻ ഓർത്ത് വെച്ചിരിക്കുക. സ്കഫോൾഡിങ്ങിൽ വരുന്ന ചില ടേംസ് നമുക്ക് നോക്കാം. ഈ ടേംസിൻ്റെ ഡെഫിനിഷൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവത്തില്ല. അടുത്ത സ്ലൈഡിൽ ഞാൻ ഇതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഈ ടേംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് ഫ്രെയിംവർക്ക് ആൻഡ് ദേ ആർ സപ്പോർട്ടഡ് ഓൺ ഗ്രൗണ്ട്. ഈ സ്കഫോൾഡിങ്ങിൻ്റെ വെർട്ടിക്കൽ മെമ്പർ ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലെഡ്ജേഴ്സ്. ദീസ് ആർ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് പാരലൽ ടു വാൾ. വാളിന് പാരലായിട്ട് കൊടുക്കുന്നതാണ് ലെഡ്ജേഴ്സ്. അടുത്തതാണ് പുട്ട് ലോഗ്സ്.
ദീസ് ആർ ട്രാൻസ്വേഴ്സ് pieces which are placed on ledges and which are supported on wall at one end. വാളിൽ ഒരെൻഡ് സപ്പോർട്ട് ചെയ്യുകയും ഒരെൻഡ് ലെഡ്ജേഴ്സിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ പറയുന്ന പുട്ട് ലോഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രാൻസം, ദ ഹൊറിസോണ്ടൽ മെമ്പർ ഇൻ വിച്ച് ബോത്ത് ദെയർ എൻഡ്സ് ആർ സപ്പോർട്ടഡ് ഓൺ ലെഡ്ജേഴ്സ്. ഓക്കെ. അടുത്തതാണ് ബ്രിഡിൽ, ദ പീസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ബ്രിഡ്ജ് ആൻഡ് ഓപ്പണിംഗ് ടു വാൾ. അതായത് സ്കഫോൾഡിങ്ങിൽ നിന്നും ഈ വാളിലേക്ക് നമുക്ക് നടന്നു പോകണമെങ്കിൽ കൊടുക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ പറയുന്ന ബ്രിഡിൽ എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് റേക്കർ. ഇത് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻക്ലൈൻഡ് സപ്പോർട്ട് ഈസ് കോൾഡ് റേക്കർ. സ്കഫോൾഡിങ്ങിന്റെ ഇൻക്ലൈൻഡ് സപ്പോർട്ട് എന്താണ് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഈ പറയുന്ന റേക്കർ എന്ന് പറയുന്നത്. സ്കഫോൾഡിങ്ങിന്റെ ഫിഗർ ആണ് ഈ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്. കാൻഡിലിവർ സ്കഫോൾഡിങ്ങും ഡബിൾ സ്കഫോൾഡിങ്ങുമാണ്. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടേംസ് ആണ് നമ്മൾ മുന്നിലത്തെ സ്ലൈഡിൽ നോക്കിയത്. ഈ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്, ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടൈപ്സ് ഓഫ് സ്കഫോൾഡിങ് നോക്കാം. ഫസ്റ്റ് വൺ, സിംഗിൾ സ്കഫോൾഡിങ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ആണ്, വൈഡ്ലി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക്ക് വർക്ക്. ബ്രിക്ക് വർക്കിന് യൂസ് ചെയ്യുന്ന സ്കഫോൾഡിങ് ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് സിംഗിൾ സ്കഫോൾഡിങ് ആണ്. നമ്മൾ മുന്നേ കണ്ട ഫിഗറിലെ ഡബിൾ സ്കഫോൾഡിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു സൈഡ് നമ്മൾ വാളിൽ സപ്പോർട്ട് ചെയ്യും, മറ്റ് സൈഡിൽ വെർട്ടിക്കൽ സ്റ്റാൻഡേർഡ്സ് കാണും. അതാണ് സിംഗിൾ സ്കഫോൾഡിങ്. ഡബിൾ സ്കഫോൾഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റാൻഡേർഡ്സ് പാരലായിട്ട് വാളിന് കൊടുത്തേക്കും, വാളുമായിട്ട് ഒരു കണക്ഷൻ കാണത്തില്ല. ഓക്കെ, അതാണ് ഈ പറയുന്ന ഡബിൾ സ്കഫോൾഡിങ്. വൈഡ്ലി യൂസ്ഡ് ഫോർ സ്റ്റോൺ വർക്ക്. സ്റ്റോൺ വർക്കിന് യൂസ് ചെയ്യുന്നത് ഡബിൾ സ്കഫോൾഡിങ് ആയിരിക്കും. അടുത്തതാണ് കാൻഡിലിവർ സ്കഫോൾഡിങ്. കാൻഡിലിവർ സ്കഫോൾഡിങ്ങിന്റെ ഫിഗർ ഞാൻ മുന്നിലത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് സ്കഫോൾഡിങ് ഈസ് യൂസ്ഡ് when there is no proper hard ground for the standard to rest. ആ വെർട്ടിക്കൽ മെമ്പർ ആണ് സ്റ്റാൻഡേർഡ് നമുക്കറിയാം. അതിന് റെസ്റ്റ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് ഒരു ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാൻഡിലിവർ സ്കഫോൾഡിങ് പ്രൊവൈഡ് ചെയ്യും. അടുത്തതാണ് സസ്പെൻഡഡ് സ്കഫോൾഡിങ്. ലൈറ്റ് ടൈപ്പ് സ്കഫോൾഡിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ മെയിൻ്റനൻസ്. പോരത്തിന് നമ്മൾ ഈ പെയിന്റ് അടിക്കാൻ യൂസ് ചെയ്യുന്നത് സസ്പെൻഡഡ് സ്കഫോൾഡിങ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. മുകളിൽ നിന്ന് 2-3 കയർ താഴോട്ട് തൂക്കിയിട്ടിട്ട് ഒരു പ്ലാറ്റ്ഫോം കൂടെ കൊടുക്കും. അതാണ് ഈ പറയുന്ന സസ്പെൻഡഡ് സ്കഫോൾഡിങ്. അടുത്ത് നമുക്ക് ഷോറിങ് എന്താണെന്ന് നോക്കാം. സംടൈംസ് ദ സ്ട്രക്ചേഴ്സ് ആർ ടു ബി ടെമ്പറലി സപ്പോർട്ടഡ് വിച്ച് ഈസ് നോൺ ആസ് ഷോറിങ്. ഒരു സ്ട്രക്ചർ ചില സമയത്ത് നമുക്ക് ടെമ്പററി ആയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ ഈ ഷോറിങ് എന്ന് പറയുന്നത്. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഷോറിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് നമുക്ക് നോക്കാം അണ്ടർ പിന്നിങ്. ദ പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ബിലോ ആൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഓർ ദ പ്രോസസ് ഓഫ് സ്ട്രെങ്തനിങ് ആൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഈസ് നോൺ ആസ് അണ്ടർ പിന്നിങ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഫൗണ്ടേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷന് താഴെ കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ സ്ട്രെങ്തനിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത്. സ്കഫോൾഡിങ്ങും ഷോറിങ്ങും അണ്ടർ പിന്നിങ്ങിൻ്റെയും ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്താണെന്ന് തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സിമ്പിൾ ആണെന്ന്. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. സ്കഫോൾഡിങ് ആണോ ഷോറിങ് ആണോ അണ്ടർ പിന്നിങ് ആണോ ഡൗട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. സോ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഷോറിങ് എന്താണ് അണ്ടർ പിന്നിങ് എന്ന്. ഓക്കെ. അടുത്ത നമുക്ക് പോയിന്റിങ് എന്താണെന്ന് നോക്കാം. പോയിന്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് ഫോർ മേസണറി ജോയിന്റിന് ഫിനിഷ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പോയിന്റിങ് എന്ന് പറയുന്നത്. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ബ്രിക്സിന്റെ അല്ലെങ്കിൽ സ്റ്റോണിന്റെയും ഇടയ്ക്ക് വരുന്ന ആ ഒരു ലൈനാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. ആ ലൈന് ഫിനിഷ് ചെയ്യുന്ന പ്രോസസ്സാണ് പോയിന്റിങ്. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് ഫോർ എക്സ്പോസ്ഡ് സർഫസ്. ആ ജോയിന്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ആ സർഫസ് ഫിനിഷ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റിങ് നമ്മൾ നോക്കാം. ഫസ്റ്റ് വൺ, ബീഡഡ് പോയിന്റിങ് അഡോപ്റ്റഡ് ഫോർ ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ബീഡഡ് പോയിന്റ്. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ബീഡഡ് പോയിന്റ് എന്ന്. സെക്കൻഡ് വൺ, ഫ്ലഷ് പോയിന്റിങ്. എ തിക്ക് ലെയർ ഓഫ് ന്യൂ മോട്ടാർ ഈസ് അപ്ലൈഡ് ഓവർ ഓൾഡ് മോട്ടാർ. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് ഈ പറയുന്ന മോട്ടാർ. ഓൾഡ് മോട്ടാർ ആ വാളിന് അടുത്തുണ്ട്, അതിന് മുകളിൽ കൂടെ ഒരു ന്യൂ ലെയർ ഓഫ് മോട്ടാർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്ലഷ് പോയിന്റിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് റിസസ്ഡ് പോയിന്റിങ്. ഹിയർ എ ന്യൂ മോട്ടാർ ഈസ് അപ്ലൈഡ് ഓവർ ഓൾഡ് മോട്ടാർ ബട്ട് എ ഡിപ്രഷൻ ഓഫ് 5 mm ഈസ് പ്രൊവൈഡഡ്. പഴയതുപോലെ തന്നെ, അതായത് ഫ്ലഷ് പോയിന്റിങ് പോലെ തന്നെയാണ് ഇവിടെയും. പോരാത്ത ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 5 mm ഡിപ്രഷൻ നമ്മൾ ആ ഫ്രണ്ടിൽ നിന്നും കാണുന്നുണ്ട്. അടുത്തതാണ് സ്ട്രക്ക് പോയിന്റിങ്. ടോപ്പ് എഡ്ജ് ഓഫ് മോട്ടാർ ഈസ് കെപ്റ്റ് 10 mm ഇൻസൈഡ് ദ വാൾ. ഫിഗർ കാണുമ്പോൾ എന്താണ് സ്ട്രക്ക് പോയിന്റിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
നെക്സ്റ്റ് വൺ ഓവർ ഹാൻഡ് സ്ട്രക്ക് പോയിന്റിങ്. ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് പോയിന്റിങ് വിച്ച് ആർ സ്റ്റോർ മോയ്സ്ചർ ബിറ്റ്വീൻ ദ ടു കോസ് ഓഫ് ബ്രിക്ക്. അതായത് ഡിപ്രഷൻ കൊടുക്കുന്നത് അടിയിലാണ്. അപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാലോ എന്തെങ്കിലും വെള്ളം വീണ് കഴിഞ്ഞാലോ ആ ഭാഗത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതാണ് ഈ പറയുന്ന ഓവർ ഹാൻഡ് സ്ട്രക്ക് പോയിന്റിങ്ങിന്റെ ഒരു ഡിഫോൾട്ട് എന്ന് പറയുന്നത്. വെള്ളം കെട്ടി നിൽക്കും അവിടെ. അടുത്തതെന്ന് പറയുന്നത് വി പോയിന്റിംഗ് ആണ്. ഹിയർ എ വി ഷേപ്ഡ് ഗ്രൂവ് ഈസ് ക്രിയേറ്റഡ് ഓൺ എ ന്യൂലി പ്രിപ്പയർഡ് മോട്ടാർ. ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വി പോയിന്റിംഗ് എന്ന്. പോയിന്റിംഗ് ആൻഡ് പ്ലാസ്റ്ററിംഗിൽ അറിഞ്ഞിരിക്കേണ്ട ചില ടൂൾസ് നമുക്ക് പരിചയപ്പെടാം. ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ ട്രവൽ യൂസ്ഡ് ടു അപ്ലൈ മോട്ടാർ. നമ്മൾ മോട്ടാർ അല്ലെങ്കിൽ സിമെന്റ് ചാന്ത് നമ്മൾ വാളിൽ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ട്രവൽ കൊണ്ടാണ്. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ട്രവൽ എന്ന്. നെക്സ്റ്റ് വൺ ഫ്ലോട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പ്രെഡ് മോട്ടാർ ടു ലാർജ് ഏരിയ. ഈ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ മോട്ടാർ ലാർജ് ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് ഫ്ലോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോട്ടാർ സ്പ്രെഡ് ചെയ്യുന്നത്. അടുത്തതാണ് പ്ലം ബോബ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. സർവേയിങ്ങിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പ്ലം ബോബ്. ടു ചെക്ക് വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യുന്നത് നമ്മൾ പ്ലം ബോബ് യൂസ് ചെയ്തിട്ടാണ്. അടുത്തതാണ് സ്ക്രീഡ്. ഇതാർക്കും അങ്ങനെ സുപരിചിതമായിട്ടുള്ള ഒരു ടേം അല്ല. സ്മാളർ പ്രൊജക്ഷൻ കൺസ്ട്രക്റ്റഡ് ഫോർ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി സ്മാളർ പ്രൊജക്ഷൻ കൺസ്ട്രക്ട് ചെയ്യും. അതായത് ആ ഒരു തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ക്രീഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കൊടുത്തേക്കുന്ന ആ ഷെയ്ഡഡ് ഏരിയ ആണ് ഈ പറയുന്ന സ്ക്രീഡ് എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ, ബൾക്ക് ഓഫ് പെയിന്റ് ഈസ് ഓപ്ഷൻ എ ബേസ്, ഓപ്ഷൻ ബി വെഹിക്കിൾ, ഓപ്ഷൻ സി സോൾവെന്റ്, ഓപ്ഷൻ ഡി ഡ്രയർ. നമ്മൾ പഠിച്ചതാണ് ബൾക്ക് ഓഫ് പെയിന്റ് എന്ന് പറയുന്നത് ബേസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബേസ് മെറ്റീരിയൽ ഫോർ ഡിസ്റ്റംബർ ഈസ് ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി സിമെന്റ്, ഓപ്ഷൻ സി ചോക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. ഡിസ്റ്റംബറിന്റെ ബേസ് മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചു എന്താണ് ഡിസ്റ്റംബർ എന്ന്. ചോക്കും വാട്ടറും ചേർത്തുണ്ടാക്കുന്ന ഒരു പെയിന്റ് ആണ് ഈ പറയുന്ന ഡിസ്റ്റംബർ. അതായത് ചോക്ക് എന്ന് പറയുന്നതാണ് ബേസ് മെറ്റീരിയൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈഡ് കളർ ഓഫ് പെയിന്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓപ്ഷൻ എ ബേസ്, ഓപ്ഷൻ ബി ഡ്രയർ, ഓപ്ഷൻ സി പിഗ്മെന്റ്, ഓപ്ഷൻ ഡി വെഹിക്കിൾ. ഒരു പെയിന്റിന്റെ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പിഗ്മെന്റ് ആണ് ഒരു പെയിന്റിന് കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസ്, ഡ്രയർ, വെഹിക്കിൾ എന്താണെന്ന് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് സോൾവെന്റ് ഓൺ ഡിസ്റ്റംബർ എന്താണെന്ന് നമ്മൾ മുന്നേ പഠിച്ചു. അതിൻ്റെ ഒരു ക്വസ്റ്റ്യന് നമ്മൾ മുന്നേ കണ്ടതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റംബറിൽ സോൾവെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്താണെന്നാണ്. ഓപ്ഷൻ എ ടർപ്പൻറ്റൈൻ, ഓപ്ഷൻ ബി ആൽക്കഹോൾ, ഓപ്ഷൻ സി റെഡ് ലെഡ്, ഓപ്ഷൻ ഡി വാട്ടർ ആണ് ഡിസ്റ്റംബറിൽ സോൾവെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടെമ്പററി സ്ട്രക്ചർ constructed to provide a safe working platform for workers. ഓപ്ഷൻ എ ഷോറിംഗ്, ഓപ്ഷൻ ബി സ്കഫോൾഡിംഗ്, ഓപ്ഷൻ സി അണ്ടർപിന്നിംഗ്, ഓപ്ഷൻ ഡി ഓൾ ദ അബോവ്. നമ്മൾ പഠിച്ചു എന്താണ് സ്കഫോൾഡിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതായത് ഒരു ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഒരു വർക്കിംഗ് മെന്നിന് നിൽക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചർ ആണ് ഈ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ ഓർത്ത് വെച്ചിരിക്കുക, ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ മെമ്പർ ഓഫ് ഫ്രെയിംവർക്ക് ഓഫ് എ സ്കഫോൾഡിങ്ങിന്റെ വെർട്ടിക്കൽ മെമ്പേഴ്സിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ്സ്, ഓപ്ഷൻ ബി പൊട്ട്ലോക്സ്, ഓപ്ഷൻ സി ലെഡ്ജേഴ്സ്, ഓപ്ഷൻ ഡി ട്രാൻസം. നമ്മൾ പഠിച്ചു സ്റ്റാൻഡേർഡ്സ് ആണ് സ്കഫോൾഡിങ്ങിന്റെ വെർട്ടിക്കൽ മെമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കഫോൾഡിംഗ് ഹാവ് മാക്സിമം സ്ക്രാപ്പ് വാല്യൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിച്ചു കഴിഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ ഏത് സ്കഫോൾഡിങ്ങിനായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് ഓപ്ഷൻ എ വുഡൻ സ്കഫോൾഡിംഗ്, ഓപ്ഷൻ ബി സ്റ്റീൽ സ്കഫോൾഡിംഗ്, ഓപ്ഷൻ സി സിംഗിൾ സ്കഫോൾഡിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റീൽ സ്കഫോൾഡിങ്ങിലാണ് മാക്സിമം സ്ക്രാപ്പ് വാല്യൂ. അതായത് ഒരു സ്റ്റീൽ സ്കഫോൾഡിങ് പനലായി കഴിഞ്ഞിട്ട് പൊളിച്ച് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ കിട്ടും. അതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടെമ്പററി സപ്പോർട്ട് ഗിവൺ ടു ആൻ അൺസേഫ് സ്ട്രക്ചർ. ഒരു അൺസേഫ് സ്ട്രക്ചറിന് കൊടുക്കുന്ന ടെമ്പററി സ്ട്രക്ചറിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്കഫോൾഡിംഗ്, ഓപ്ഷൻ ബി അണ്ടർപിന്നിംഗ്, ഓപ്ഷൻ സി ഷോറിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. നമ്മൾ പഠിച്ചു ഷോറിംഗ് ആണ് ഒരു ടെമ്പററി സപ്പോർട്ട് പ്രൊവൈഡഡ് ഫോർ ആൻ അൺസേഫ് സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൻഡിലിവർ സ്കഫോൾഡിംഗ് ഈസ് ഓൾസോ നോൺ ആസ്. എന്താണ് കാൻഡിലിവർ സ്കഫോൾഡിംഗ് നമ്മൾ പഠിച്ചു. അതിന് പറയുന്ന മറ്റൊരു പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻഡിപെൻഡന്റ് സ്കഫോൾഡിംഗ്, ഓപ്ഷൻ ബി നീഡിൽ സ്കഫോൾഡിംഗ്, ഓപ്ഷൻ സി
സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്, ഓപ്ഷൻ ഡി പുട്ട്ലോക്ക് സ്കഫോൾഡിംഗ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നീഡിൽ സ്കഫോൾഡിംഗ് ആണ്. അതായത് കാൻഡിലിവർ സ്കഫോൾഡിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് നീഡിൽ സ്കഫോൾഡിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു എക്സർസൈസ് തരികയാണ്. അതായത് ടൈപ്പ് ഓഫ് പോയിന്റിംഗ് ഇൻ വിച്ച് വി ഷേപ്ഡ് പ്രൊജക്ഷൻ ഈസ് പ്രൊവൈഡഡ് ഇൻസൈഡ് ദ വാൾ സർഫസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ സ്ട്രക്ക് പോയിന്റിംഗ്, ഓപ്ഷൻ ബി ടൂത്ത്ഡ് പോയിന്റിംഗ്, ഓപ്ഷൻ സി ഗ്രൂവ് പോയിന്റിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. പോയിന്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇതിൻ്റെ ആൻസർ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തോടുകൂടി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിലെ ഇമ്പോർട്ടൻറ്റും ലെസ് ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഏറെക്കുറെ എല്ലാ പോർഷൻസും കവർ ആയിരിക്കുകയാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. സോ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 14 വാല്യുവേഷൻ ആയിരിക്കും എടുക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ആ ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.